everyone, welcome back to my spoken English class. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. അതിന് നമുക്ക് എത്രത്തോളം ആൻസർ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ ഡ്രസ്സ് എടുത്തോ എന്നുള്ളത്, അല്ലെ? നീ ഡ്രസ്സ് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് എടുത്തോ എന്നൊക്കെയാണ് ഈ ഒരു സമയത്ത് നമ്മോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് ചോദിക്കുക? നീ ഡ്രസ്സ് എടുത്തോ? ഡിഡ് യു ടേക്ക് ദ ഡ്രസ്? ഡിഡ് യു ടേക്ക് ദ ഡ്രസ്? നീ ഡ്രസ്സ് എടുത്തോ? ഇത് നമുക്ക് ഹാവ് യൂസ് ചെയ്തും ചോദിക്കാനായിട്ട് പറ്റും, അല്ലേ? ഡിഡ് യു ടേക്ക് ദ ഡ്രസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ടേക്കൻ ദ ഡ്രസ്? ഹാവ് യു ടേക്കൻ ദ ഡ്രസ് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു ടേക്കൻ ദ ഡ്രസ് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എത്രത്തോളം ആൻസർ പറയാം? ഞാൻ ഡ്രസ്സ് എടുത്തു, ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല, ഞാൻ ഡ്രസ്സ് എടുക്കും, ഞാൻ ഇന്ന ദിവസം ഡ്രസ്സ് എടുക്കും. ഇങ്ങനെ ഒരുപാട് സെന്റൻസുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിനൊരു ആൻസർ പറയാണ്, ഞാൻ ഡ്രസ്സ് എടുത്തില്ല. ഞാൻ ഡ്രസ്സ് എടുത്തില്ല സിമ്പിൾ ആണല്ലേ? I didn't take the dress. I didn't take the dress. haven't യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ നെഗറ്റീവ് ആണ്. I haven't taken the dress. I haven't taken the dress. ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. നെക്സ്റ്റ്, ഞാൻ നാളെ ഡ്രസ്സ് എടുക്കും എന്നെങ്ങനെ പറയാം? സിമ്പിൾ ആണല്ലോ. I will take the dress tomorrow. I will take the dress tomorrow. ഞാൻ നാളെ ഡ്രസ്സ് എടുക്കും. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഞാൻ ഡ്രസ്സ് എടുത്തു. ഞാൻ ഡ്രസ്സ് എടുത്തു എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ ഡ്രസ്സ് എടുത്തു. I took the dress. അല്ലേ? പാസ്റ്റ് ആണ്. I took the dress. ഞാൻ ഡ്രസ്സ് എടുത്തു. ഇനി നമുക്കത് ഹാവ് യൂസ് ചെയ്തും പറയാം കേട്ടോ. ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ I have taken the dress. I have taken the dress. ഹാവ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വെർബ് V3 ഫോമിലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ഡ്രസ്സ് എടുക്കണം, അല്ലേ? എനിക്ക് ഡ്രസ്സ് എടുക്കണം. അതൊരു ആവശ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. ആവശ്യമായിട്ടൊക്കെ പറയാം. എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്നെങ്ങനെ പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാവ് ടു, നീഡ് ടു, വാണ്ട് ടു ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കണം. ഐ നീഡ് ടു ടേക്ക് ദ ഡ്രസ്. എനിക്ക് ഡ്രസ്സ് എടുക്കണം, അത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഹാവ് ടു, നീഡ് ടു ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പറയാം. എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ടു ടേക്ക് ദ ഡ്രസ്, അല്ലെങ്കിൽ ഐ നീഡ് ടു ടേക്ക് ദ ഡ്രസ് എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ്, നമ്മോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഇങ്ങനെ ചോദിക്കണം, നീ ഇതുവരെ ഡ്രസ്സ് എടുത്തില്ലേ? ഇത് നമ്മൾ ചോദിക്കാറുള്ളതാണ്. നീ ഇതുവരെ ഡ്രസ്സ് എടുത്തില്ലേ എന്നെങ്ങനെ ചോദിക്കുക? ഇല്ലേ എന്നുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ എന്നുണ്ട്. അപ്പം ഹാവന്റ് യു ടേക്കൻ ദ ഡ്രസ് യെറ്റ്? ഹാവന്റ് യു ടേക്കൻ ദ ഡ്രസ് യെറ്റ്? നീ ഇതുവരെ ഡ്രസ്സ് എടുത്തില്ലേ? നെക്സ്റ്റ്, ഞാൻ ഡ്രസ്സ് എടുക്കണോ എന്ന് ചോദിക്കണമെങ്കിലോ, ഞാൻ ഡ്രസ്സ് എടുക്കണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മളോട് ഷുഡ് യൂസ് ചെയ്യേണ്ടത്, അല്ലേ? ഞാൻ ഡ്രസ്സ് എടുക്കണോ? ഞാനാണ് സബ്ജക്റ്റ്. ഷുഡ് ഐ ടേക്ക് ദ ഡ്രസ്? നെക്സ്റ്റ്, ഞാൻ ആ ഡ്രസ്സ് എടുക്കണോ? ഞാൻ ആ ഡ്രസ്സ് എടുക്കണോ? ഇപ്പൊ നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മളിങ്ങനെ ഡ്രസ്സ് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കും, അല്ലേ? അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എടുക്കണോ അല്ലെങ്കിൽ ഞാൻ ആ ഡ്രസ്സ് എടുക്കണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലേ, നമ്മളെ കൂടെയുള്ളവരോട്. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് എടുക്കണോ എന്നിങ്ങനെ ചോദിക്കുക. ഷുഡ് ഐ ടേക്ക് ദാറ്റ് ഡ്രസ്? ഷുഡ് ഐ ടേക്ക് ദാറ്റ് ഡ്രസ്? ഞാൻ ആ ഡ്രസ്സ് എടുക്കണോ? ഇനി ഞാൻ ഈ ഡ്രസ്സ് എടുക്കണോ എന്നാണെങ്കിൽ ഷുഡ് ഐ ടേക്ക് ദിസ് ഡ്രസ്? ഷുഡ് ഐ ടേക്ക് ദിസ് ഡ്രസ്? ഞാൻ ഈ ഡ്രസ്സ് എടുക്കണോ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്, എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇപ്പം നമ്മൾ ഷോപ്പിലേക്കൊക്കെ പോയി നമുക്ക് ആ ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട്, എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല, അല്ലേ? കഴിഞ്ഞു പോയൊരു കാര്യമാണ്. എങ്ങനെ പറയാ? ഐ ഡിഡ്ന്റ് ലൈക്ക് ദ ഡ്രസ്. എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം, എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനത് എടുത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ് ഡ്രസ് എന്ന് പറയാം. ദ ഡ്രസ് എന്നുള്ളിടത്ത് നമുക്ക് ദാറ്റ്, ദിസ് ഒക്കെ യൂസ് ചെയ്താൽ ആ ഡ്രസ്സ്, ഈ ഡ്രസ്സ് എന്നൊക്കെ ആവും. അപ്പം എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ് ഡ്രസ്, സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം.
എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. നേരത്തെ നമ്മൾ പറഞ്ഞത് എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്നാണ്. ഇപ്പൊ പറയുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. അവിടെയും നമ്മൾ ആവശ്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഐ ഹാവ് ടു, ഐ നീഡ് ടു, ഐ വോണ്ട് ടു, ഐ ഹാവ് ടു ഗോ ടു ടേക്ക് ദ ഡ്രസ്. ഐ ഹാവ് ടു ഗോ ടു ടേക്ക് ദ ഡ്രസ്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഐ നീഡ് ടു ഗോ ടു ടേക്ക് ദ ഡ്രസ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. നെക്സ്റ്റ്, അവൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. അവൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ അവൾ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവളാണ് സബ്ജക്റ്റ്. അവൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. ഷി ഹാസ് ഗോൺ അല്ലേ. ഹാസ് ഗോൺ പോയിട്ടുണ്ട്. ഷി ഹാസ് ഗോൺ. ഇവിടെ പോവുക എന്നുള്ള വെർബാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഷി ഹാസ് ഗോൺ ടു ടേക്ക് ദ ഡ്രസ്. അവൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. അവൾ എടുത്ത ഡ്രസ്സ് നീ കണ്ടോ? അവൾ എടുത്ത ഡ്രസ്സ് നീ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് യു സീ ദ ഡ്രസ്? നീ ഡ്രസ്സ് കണ്ടോ? ഷീ ടുക്ക്. അവൾ എടുത്ത. അപ്പം ഡിഡ് യു സീ ദ ഡ്രസ്? ഷീ ടുക്ക്. അവൾ എടുത്ത ഡ്രസ്സ് നീ കണ്ടോ? ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ 2 ദിവസം മുമ്പ് ഡ്രസ്സ് എടുത്തു. ഞാൻ 2 ദിവസം മുമ്പ് ഡ്രസ്സ് എടുത്തു, അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് ഡ്രസ്സ് എടുത്തു, അല്ലെങ്കിൽ ഇന്നലെ ഡ്രസ്സ് എടുത്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഞാൻ 2 ദിവസം മുമ്പ് ഡ്രസ്സ് എടുത്തു എന്നെങ്ങനെ പറയാം? ഐ ടുക്ക് ദ ഡ്രസ് 2 days ago. ഐ ടുക്ക് ദ ഡ്രസ് 2 days ago. ഇനി 2 ദിവസം മുമ്പ് ഡ്രസ്സുകൾ എടുത്തു എന്നാണെങ്കിൽ ഐ ടുക്ക് ദ ഡ്രസ്സസ് 2 days ago. ഓക്കെ. ആ ഷോപ്പിലെ ഡ്രസ്സുകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഷോപ്പിലെ ഡ്രസ്സുകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെങ്ങനെ പറയാം? The dresses in that shop. The dresses in that shop. ആ ഷോപ്പിലെ ഡ്രസ്സുകൾ. The dresses in that shop. ആ ഷോപ്പിലെ ഡ്രസ്സുകൾ weren't liked by the kids. ആ ഷോപ്പിലെ ഡ്രസ്സുകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ. നിങ്ങൾ എവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്? നിങ്ങൾ എവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത് എന്നെങ്ങനെ ചോദിക്കുക? എവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് വേർ ആണ് അല്ലേ. വേർ ഡിഡ് യു ടേക്ക് ദ ഡ്രസ് ഫ്രം? വേർ ഡിഡ് യു ടേക്ക് ദ ഡ്രസ് ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്? അപ്പോൾ ഇത്രയും സെന്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഈ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത്രയും സെന്റൻസ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ഒരു സെന്റൻസ് വളരെ സിമ്പിൾ ആണ് അല്ലേ. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. ഞാൻ പോവുകയാണ് എന്ന് പറയാൻ നമ്മൾ എപ്പോഴോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് എടുക്കാൻ എന്നുള്ളതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാലോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് എന്നുള്ളത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ലൈവൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ലൈവൊക്കെ നമുക്ക് ഏതായാലും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.